ഓരോ ആഴ്ചയും വിവിധ ടെലിവിഷൻ ചാനലുകളിലെ പ്രേക്ഷകരുടെ തോത് നിർണ്ണയിക്കുന്ന ബാർക്ക് റേറ്റിംഗ് തിരിമറിയിൽ റിപ്പോർട്ടർ ടിവിക്ക് കുരുക്കുമുറുകുന്നു. പോലീസ് അന്വേഷണം റിപ്പോർട്ടർ ടിവിയിലേക്ക് എത്തുകയാണ്. വിശദമായ അന്വേഷണത്തിന് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം. വിവരങ്ങൾ ആർ രാജീവാണ് തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്നത്. രാജീവ്, ദേശീയ തലത്തിലും കേരളത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഈ ബാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നുണ്ട്. അതായത് പണം നൽകിക്കൊണ്ട് ചില ചാനലുകൾ ബാർക്ക് റേറ്റിംഗിൽ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും എത്താൻ ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പുറത്തേക്ക് വരുന്നു. വീടുകളിൽ ഈ അളക്കുന്ന മെഷീൻ ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്ക് പൈസ നൽകുന്നു. അപ്പോൾ ഇത്തരം ധാരാളം തെളിവുകൾ സഹിതമുള്ള വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ റിപ്പോർട്ടർ ടിവിയിലേക്ക് ഈ അന്വേഷണം എത്തുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? കേന്ദ്രത്തിൻ്റെ എത്രത്തോളം നിർണായകമായ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്? ഗൗതം, പ്രധാനമായും ബാർക്ക് റേറ്റിംഗിൽ റിപ്പോർട്ടർ ടിവി തിരിമറി നടത്തുന്നുവെന്ന പരാതി നേരത്തെ തന്നെ കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിനും അതുപോലെ തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് നേരത്തെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്, എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് പോലീസ് ബാർക്ക് ആസ്ഥാനത്ത് പരിശോധന നടത്തുകയും അന്ന് പരാതിയിൽ ഉൾപ്പെട്ട പ്രേംനാഥ് എന്ന ജീവനക്കാരന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇയാളുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ വരവിൽ കൂടുതൽ പണം അക്കൗണ്ടിൽ എത്തി എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ റിപ്പോർട്ടർ ടിവിയിലേക്ക് കാര്യമായ അന്വേഷണം പോയിരുന്നില്ല. റിപ്പോർട്ടർ ഉടമകൾ പണം നൽകി ബാർക്കിൽ തിരിമറി നടത്തുന്നു എന്നായിരുന്നു പ്രധാനമായും ഉയർന്ന ആരോപണം. അത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും പരാതിക്കാർ കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തെ സമീപിച്ചത്. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഇക്കാര്യത്തിൽ കേരള പോലീസിന്റെ അന്വേഷണം ഏത് ഘട്ടത്തിലാണെന്ന് വിശദമാക്കണമെന്ന ആവശ്യമാണ് നിലവിൽ കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് ഇത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത് നിലവിൽ കേരള പോലീസാണ്. ബാർക്ക് ആസ്ഥാനത്ത് പരിശോധന നടത്തിയതും കേരള പോലീസാണ്. കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് റിപ്പോർട്ടർ ടിവി. അതുകൊണ്ടാണ് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം സംസ്ഥാനത്തോട് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഉടൻ തന്നെ റിപ്പോർട്ടർ ടിവി ആസ്ഥാനത്ത് ഉൾപ്പെടെ പരിശോധന നടത്തി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കും. ഇതിനൊപ്പം തന്നെ റിപ്പോർട്ടർ ടിവി ഉടമകളെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. ഏതായാലും വലിയ കുരുക്കിലേക്ക് റിപ്പോർട്ടർ ടിവി നീങ്ങുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ബാർക്ക് ജീവനക്കാരന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയെന്ന് നേരത്തെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇങ്ങനെയെങ്കിൽ അത് ഏത് തരത്തിലാണ് പണം കൈമാറിയത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് പണം കൈമാറിയത് എന്ന് വിശദീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിൽ തന്നെയാണ് നീക്കങ്ങൾ നടക്കുന്നത്. മാത്രമല്ല, നിലവിലിപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന് ലഭിക്കുകയാണെങ്കിൽ കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൂടി വരികയാണെങ്കിൽ അത് കൂടുതൽ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ, അതായത് ബാർക്കിൽ തിരിമറി നടത്താൻ വേണ്ടി പണം കൈമാറി എന്നത് സംബന്ധിച്ച തെളിവുകളാണ് നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ അത് നൽകിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകും. അതിൽ കേരള പോലീസ് മാത്രമല്ല കേന്ദ്ര ഏജൻസികൾ കൂടി അന്വേഷണത്തിലേക്ക് പോവുകയാണ്. അത് തന്നെയാണ് ഈ റിപ്പോർട്ടർ ടിവി ഉടമകൾക്ക് ഇനി കുരുക്കായി മാറുന്നത്. മാത്രമല്ല, മറ്റു ചില അന്വേഷണങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചും കേരള പോലീസ് നിലവിൽ ആലോചിക്കുന്നുണ്ട്. രാജീവ്, ഇതിൽ ഈ റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന ആൻഡോ അഗസ്റ്റിൻ തന്നെ ആരോപണ വിധേയനാണ്, അല്ലെങ്കിൽ അയാൾക്കെതിരെയുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതുകൂടാതെയാണിപ്പോൾ ബാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടിവി തിരിമറി നടത്തി എന്ന വിമർശനങ്ങൾ ഉയരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ ചാനലിൻ്റെ പ്രവർത്തനം അടിമുടി ദുരൂഹമാണ് എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരുമല്ലോ. ഗൗതം, പ്രധാനമായും നമുക്കറിയാം ഈ ബാർക്ക് റേറ്റിംഗ് മാനദണ്ഡമാക്കിയാണ് ഈ പരസ്യ ഏജൻസികൾ മാധ്യമങ്ങൾക്ക് പരസ്യം നൽകുന്നത്. എല്ലാ വ്യാഴാഴ്ചയും ഈ ബാർക്ക് റേറ്റിംഗ് പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരസ്യം നൽകുന്നതും പരസ്യത്തിന് നിരക്ക് നിശ്ചയിക്കുന്നതും എന്നത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ കോടികൾ ഇക്കാര്യത്തിൽ ക്രമക്കേട് നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. മാത്രമല്ല, മുട്ടിൽ മരമുറി ഉൾപ്പെടെയുള്ള കേസുകളിൽ വളരെ കൃത്യമായി ഉൾപ്പെട്ട ആളുകളാണ് റിപ്പോർട്ടർ ടിവി ഉടമകൾ. പാവപ്പെട്ട വനവാസികളെയും കർഷകരെയും ഒക്കെ വഞ്ചിച്ചു എന്നതിന്റെ
തെളിവുകൾ കൃത്യമായി പുറത്തു വന്നിട്ടും അവർക്കെതിരെ കാര്യമായ നടപടി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. നേരത്തെ അവരെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായെങ്കിൽ പോലും മറ്റ് തുടർ നടപടികളൊന്നും ഇല്ലാതെ അന്വേഷണം നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല വനവാസികളെ വഞ്ചിച്ചതിന് അത്തരത്തിലുള്ള വകുപ്പുകൾ പ്രകാരമുള്ള കേസുകൾ പോലും ഇവർക്കെതിരെ നിലവിലില്ല. ഈ കേസെടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് ഭരണകക്ഷിയിൽ തന്നെ CPI ആണ്. അതും ജനൻ ടിവിയോടാണ് CPI ഇത്തരമൊരു ആവശ്യം, ജനൻ ടിവിയിലൂടെയാണ് ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തത് എന്ന വസ്തുതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ പാവപ്പെട്ടവരെ വഞ്ചിച്ച അഗസ്റ്റിൻ സഹോദരന്മാർ തന്നെയാണ് റിപ്പോർട്ടർ ടിവിയുടെ ഉടമകൾ. അവർ തന്നെയാണ് ഇത്തരത്തിലൊരു തിരിമറി നടത്തിയെന്ന പരാതികൾ ഉയരുന്നത്. ആ പരാതികൾ ഉയരുമ്പോഴും കേരളത്തിൽ അവർക്ക് എല്ലാവിധത്തിലുള്ള സംരക്ഷണവും ലഭിക്കുന്നു. അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം ഉണ്ടായി എന്ന് പറയുമ്പോഴും ബാർക്കിൽ പരിശോധന നടത്തിയത് ഒഴിച്ചു നിർത്തിയാൽ റിപ്പോർട്ടർ ടിവിയിലേക്ക് കാര്യമായ അന്വേഷണം പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം കൃത്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നും വീണ്ടും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെങ്കിൽ കേന്ദ്ര ഏജൻസികളിലേക്ക് ഈ അന്വേഷണം പോകും. അത് വളരെ വിശദമായി തന്നെ അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഗൗതം, അത് തന്നെയാണ്. കേന്ദ്ര ഏജൻസികൾക്ക് അറിയില്ലല്ലോ റിപ്പോർട്ടർ TV ഏതാണെന്ന്. അതിനാൽ അവർ പിടിമുറുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള പോലീസിന്റെ അന്വേഷണം മന്ദഗതിയിൽ പോയേക്കാം. പക്ഷേ കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുമ്പോൾ റിപ്പോർട്ടർ TV കുരുക്കിലേക്ക് പോകും. നമുക്കറിയാം, മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ഈ ചാനലിന്റെ ഉടമസ്ഥന്മാർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അതുകൂടാതെയാണ് ഇപ്പോൾ ബാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിമർശനം കൂടി ഈ ചാനലിനെതിരെ ഉയരുന്നത്. അടിമുടി ദുരൂഹമായ രീതിയിലേക്ക് ഈ ചാനലിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് കേന്ദ്ര ഏജൻസികളുടെ ഈ ഘട്ടത്തിലെ വിലയിരുത്തൽ. R. രാജീവാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.